ഹലോ, ഇന്നലെ ഞാനൊരു ക്രീമി ചീസ് മഷ്റൂം പൊറോട്ട റോളിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതുകൊണ്ട് ഞാനത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ 400 ഗ്രാമിൻ്റെ മഷ്റൂം എടുത്ത് നല്ലപോലെ കഴുകി അത് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, മീഡിയം സൈസിലുള്ള സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് നല്ലപോലെ മെൽട്ടായി വരട്ടെ. ഇനിതാ ബട്ടർ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ച സവാള ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ അത് വലിയ ക്യാപ്സിക്കം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ അത് നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. അപ്പോൾ അതും ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഉണ്ടല്ലോ, അതൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 5 മിനിറ്റ് അങ്ങനെ മതി. അപ്പോൾ അതിന് ശേഷം അതൊന്ന് അടുപ്പ് തുറന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പോലെ അങ്ങനെ നമുക്ക് ഒറിഗാനോ ഉണ്ടല്ലോ അതും ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ മഷ്റൂമിലെ വെള്ളമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഏതാണ്ട് അത് വറ്റി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് വീണ്ടും ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽട്ടായി വരുമ്പോഴേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെ അങ്ങ് ചെയ്യാമെന്ന് കരുതി. അത് വേറെ എണ്ണ ഉണ്ടാക്കിയിട്ട് ഒഴിക്കും അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല, ഇതിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ആ മൈദയുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. ഇതൊരു അരക്കപ്പ് അളവിലുള്ള പാലുണ്ടാവും. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതൊന്ന് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെഡാർ ചീസാണ് ഇട്ടത്. അങ്ങനെ 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ചീസ് മെൽട്ടാകുന്നത് വരെ. അപ്പോൾ അങ്ങനെ ചീസൊക്കെ നല്ലപോലെ മെൽട്ടായി വന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഐഡിയുടെ വീറ്റ് പൊറോട്ട ഒന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അത് ഞാൻ പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. ഞാനിതിൽ ചുടുന്ന സമയത്ത് ഓയിലൊന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് അങ്ങനെ അങ്ങ് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. അപ്പോൾ ഇനി ഞാൻ നമ്മളെ ഫില്ലിങ്ങിൻ്റെത് ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് ചീസെല്ലാം നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മിക്സ് ചെയ്യണം. അങ്ങനെ നല്ലപോലെ ചീസൊക്കെ മെൽട്ടായി നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പൊറോട്ട റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് പേപ്പർ എടുക്കാം, ഞാൻ ഫോയിൽ പേപ്പറാണ് എടുത്തത്. അപ്പോൾ അതിൽ നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കിയ ക്രീമി ചീസി മഷ്റൂം ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ശരിക്കും നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. മഷ്റൂം വെച്ചിട്ട് എന്തുണ്ടാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്തു. ഹസ്ബൻഡിനൊക്കെ നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോക്ക് ലൈക്കും ചെയ്യണേ. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.